ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഓക്കെ, തമിഴിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലും ഇതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. നല്ല മഴയാട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ മുടിയുടെ കുടുക്കൊക്കെ പോക്കിയതിന് ശേഷം ഇതേപോലെ സൈഡ് പാർട്ടീഷൻ എടുക്കുക, അതല്ലെങ്കിൽ നെറുവ് എടുക്കുക കേട്ടോ. നെറുവ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. എനിക്ക് സൈഡാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ സൈഡ് പാർട്ടീഷനാണ് എടുത്തേക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, നന്നായിട്ട് വേറൊക്കെ മുടിയുടെ വേറുകളൊക്കെ എടുത്ത് കളയണം കേട്ടോ, എന്നിട്ടേ നമ്മളിങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിതാ ഹെയർ കുറച്ച് മുന്നിലേക്ക് കുറച്ച് ഭാഗം എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തുനിന്നും കുറച്ച് ഭാഗം ഞാൻ ഇതേപോലെ എടുത്തു വയ്ക്കുന്നുണ്ട് ഫ്രണ്ടിലോട്ട്. ഓക്കെ, നമുക്ക് ഇത്രയും മതി കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ, കാരണം മുന്നത്തെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഭാഗം മുന്നിൽ നിന്ന് ഈ ഫ്രണ്ടിൽ നിന്നുള്ള കുറച്ച് ഭാഗം നമ്മൾ എടുക്കുക. ഇതേ കൂട്ട് നമ്മൾ കുറച്ച് ഭാഗം എടുത്തതിന് ശേഷം ഈ ഒരു ഹെയർ നമ്മൾ രണ്ട് പാർട്ടാക്കി എടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ ആ ഒരു ഹെയർ രണ്ട് ഭാഗങ്ങളാക്കി എടുക്കുക. ഓക്കെ, പിന്നെ കുറച്ച് വളരെ ചെറിയ രീതിക്ക് മതി എന്നുള്ളവർക്ക് കുറച്ച് മുടി എടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും ഭാഗം എടുക്കുന്നുണ്ട്. അതായത് കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കുന്നുണ്ട്, കാണാൻ വിധത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. ചെറിയതാക്കി എടുക്കണം എന്നുള്ളവർക്ക് വളരെ ചെറിയ പോർഷനാക്കി എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇതേ കൂട്ട് രണ്ട് പാർട്ടാക്കി എടുത്തതിന് ശേഷം ബാക്കിൽ നിന്നുള്ള ആ ഒരു മുടി നമ്മൾ അടിയിലേക്ക് വേണം കൊണ്ടുവരാനായിട്ട്. അതായത് ഫ്രണ്ടിൽ നിന്ന് ഉള്ള മുടി നമ്മൾ ബാക്കിലോട്ട് കൊടുക്കുക. അത് എന്നിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കിലോട്ട് ആക്കാനായിട്ട്. ഞാനൊരു 3-4 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അതായത് ഒരു പഫ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബാക്കിലുള്ള ഭാഗം ഫ്രണ്ടിലോട്ട് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബാക്കിലുള്ള മുടിയുടെ കൂടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഭാഗം കൂടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം. ഓക്കെ, എങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇനി നമ്മൾ അടുത്ത ഭാഗമായിട്ട്, അതായത് അടുത്ത ഭാഗം നമ്മൾ വീണ്ടും ഇതേപോലെ ഫ്രണ്ടിലോട്ടിട്ട ഭാഗം ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അടിയിലുള്ള ഭാഗം നമ്മൾ ഫ്രണ്ടിലോട്ട് വരും. ഈ ഒരു ഫ്രണ്ടിലത്തെ ഭാഗത്തോടൊപ്പം നമ്മൾ കുറച്ച് മുടി എടുത്തിട്ട് കുറച്ച് മുടി കൂടെ കൂട്ടിയെടുക്കുക. അതായത് അടിയിൽ നിന്ന് നമ്മൾ എടുത്ത ആ മുടിയുടെ കൂടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി കൂടെ കൂട്ടിയെടുത്തിട്ട് ഇതേ കൂട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അടിയിലത്തെ മുടി ഇതേ കൂട്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി കൂടെ അതിനോടൊപ്പം കൂട്ടിയിട്ട് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ ലാസ്റ്റ് വരെ, അതായത് നമ്മുടെ ആ ചെവിയുടെ ഭാഗം വരെ നമ്മൾ ഇതേ കൂട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. ഓവറായിട്ട് വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈൽ കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഗേൾസിനായാലും കുട്ടികൾക്കായാലും ഒക്കെ ഒരുപോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഭംഗിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. പിന്നെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പാർട്ടി വെയർ ആയിട്ടും മാരേജ് ഫംഗ്ഷനും അതുപോലെ തന്നെ റിസപ്ഷൻ ഫംഗ്ഷനൊക്കെ ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. റിസപ്ഷന് ബ്രൈഡ്സിനൊക്കെ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. അപ്പോൾ ദേ ലാസ്റ്റ് ചെവിയുടെ ഭാഗം വരെ ഞാൻ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഒരു ഹെയർ നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക്
ഹെയർ പിന്നോ അതല്ലെങ്കിൽ ടിക് ടിക്കോ കുത്തി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതേ കണ്ടില്ലേ, ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ ഒന്ന് പഫായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതേ കൂട്ട് ഓരോ ഇഴകൾ നമ്മൾ ആ ഒരു ട്വിസ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ ഓരോ ഭാഗം ഒന്നുകൂടെ ഒന്ന് മുന്നോട്ട് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു പഫായിട്ട് നിൽക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിവിടെ ഓവറായിട്ട് അങ്ങനെ പഫായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു പഫിലാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും മതി എനിക്ക്. ഇനി നമ്മൾ ഇതേ കൂട്ടൊരു ടിക് ടിക്ക് കുത്തി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈഡ് എടുത്തിട്ട് ബാക്കിലേക്ക് കുറച്ച് മുടി അടിയിലായിട്ട് ഇത് കുത്തി കൊടുക്കാം കേട്ടോ. അതായത് ബാക്കിലുള്ള കുറച്ച് മുടി പൊന്തിച്ചിട്ട് അടിയിലായിട്ട് കുത്തി കൊടുത്താൽ നമ്മൾ എയർ പിന്ന് കുത്തിയതോ അതല്ലെങ്കിൽ നമ്മുടെ ടിക് ടിക്ക് കുത്തി കൊടുത്തതോ ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ മുടി കുറച്ചുള്ളവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഭാഗം ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ മറ്റേ സൈഡും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം ചെയ്യുന്നത് കുറച്ച് വേഗത്തിലാക്കുന്നുണ്ട്. അപ്പം ഞാനിതേ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂവിന് നല്ല റേറ്റ് ആണെന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള മുല്ലപ്പൂ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, കൊള്ളാവോ? അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയ മക്കളാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണിത്. ചുരിദാറാണെങ്കിലും അതായത് കുർത്തിയാണെങ്കിലും അതുപോലെ തന്നെ ഫ്രോക്കാണെങ്കിലും ധാവണിയാണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും സാരി ആണെങ്കിലും എന്ത് ഡ്രസ്സാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ നന്നായിട്ട് ചെയ്തു പോകാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഒരു കുട്ടി ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.